കേരളത്തിൽ ബാക്കി കിടക്കുന്ന ഭൂമി എന്ന് പറയുന്നത് ഭാവിയിലുള്ള തലമുറയ്ക്ക് കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. കാര്യം ഇനിയുള്ളത് ഒരു 12 തൊട്ട് 15 ലക്ഷം ഏക്കറേ ഉള്ളൂ. ഈ 15 ലക്ഷം ഏക്കറിൽ മാസ്റ്റർ പ്ലാൻ ഇല്ലെങ്കിൽ സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് ഇതിൽ കാണേണ്ട ഒരു കാര്യം, നമുക്ക് വെർട്ടിക്കൽ ഗ്രോത്തേ പറ്റുള്ളൂ, ആകാശത്തോട്ടേ വളരാൻ പറ്റുള്ളൂ. ഇപ്പോൾ സർക്കാർ പലപ്പോഴും ഞാൻ കാണുന്നത്, പലപ്പോഴും അനൗൺസ് ചെയ്യുമ്പോൾ പറയും 100 കുടുംബത്തിന് 3 സെന്റ് വെച്ച് ഭൂമി കൊടുക്കാൻ പോകാൻ. ഞാൻ അപ്പോഴേ വയ്ക്കും, പോയി കൊടുക്കുന്ന എനിക്ക് ദുഃഖമില്ല, കൊടുത്തോട്ടെ, വീട് കൊടുക്കണം. പക്ഷെ അവർക്ക് വെർട്ടിക്കൽ ഗ്രോത്ത് കൊടുത്താൽ ഈ 3 സെന്റ് വെച്ച് 100 പേർക്ക് കൊടുക്കാൻ 300 സെന്റായി. 300 സെന്റ് 3 ഏക്കറാണ്. ഇത് ഇത്രയും 100 പേരെ ഇതിൽ വെക്കാനായിട്ട് നമുക്ക് കൂടി വരുന്നു 1 ഏക്കർ മതി. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും സർക്കാർ ചെയ്യുമ്പോൾ ഓർക്കണം, ഭൂമിയുടെ ലഭ്യത കുറവാണ്. വെർട്ടിക്കൽ ഗ്രോത്തേ ഉള്ളൂ. മാസ്റ്റർ പ്ലാൻ വേണം. മാസ്റ്റർ പ്ലാൻ ഇല്ലാതെ പോയാൽ നിങ്ങളുടെ കുട്ടികളുടെ തലമുറ വരുമ്പം ഭൂമി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം വെർട്ടിക്കൽ ഗ്രോത്ത് തന്നെ വേണം.